അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ അറബി ഭാഷ പഠിക്കുന്ന ആളുകളായിരിക്കും. നമ്മളെല്ലാവരും പഠിക്കുന്നുണ്ടല്ലോ. കാരണം അറബി ഭാഷയുടെ പ്രത്യേകത എന്താ? അത് ഖുർആൻ്റെ ഭാഷയാണ്. ഖുർആൻ്റെ ലിംഗ്വിസ്റ്റിക് മിറാക്കിൾസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു ഖുർആനിൽ കൃത്യമായിട്ട് ആവർത്തിച്ച് പറയുന്നുണ്ട് അറബി ഭാഷയെക്കുറിച്ച്. ഒരു ഉദാഹരണം, ഇന്നാ അൻസൽനാഹു ഖുർആനൻ അറബിയ്യൻ ലഅല്ലക്കും തഅഖിലൂൻ. അല്ലേ? ഖുർആൻ അറബി ഭാഷയിൽ ഇറക്കി. ശരിക്ക് നമ്മൾ ഈ ഭാഷയെക്കുറിച്ച് പഠിക്കുമ്പോൾ അത് ഖുർആൻ്റെ ഭാഷയാണല്ലോ. ഈ ഭാഷ പഠിച്ച ആളുകൾ, ഖുർആൻ പഠിച്ച ആളുകൾ ലോകത്തിന് പല നോളജും പകർന്നു നൽകിയിട്ടുണ്ട്. നോളജ് പ്രൊഡക്ഷൻ, നോളജ് ക്രിയേഷൻ എന്നൊക്കെ പറയും അല്ലേ? പല അറിവുകളും പകർന്നു നൽകിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഖുർആനുമായി കണക്ട് ചെയ്യുന്ന സയൻറ്റിഫിക് മിറാക്കിൾസിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയല്ലോ. അല്ലെങ്കിൽ ശാസ്ത്രീയ സത്യങ്ങൾ, ഖുർആൻ പറയുന്ന ശാസ്ത്രീയ സത്യങ്ങൾ, അതിൽ ഒരു സൂചന കിട്ടാൻ വേണ്ടി ഞങ്ങൾക്ക് ഒരു ടൂൾ പറഞ്ഞുതരാം, അല്ലെങ്കിൽ ഒരു ട്രിക്ക് പറഞ്ഞുതരാം. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇസ്ലാമിലൊരു ഗോൾഡൻ ഏജ് എന്നതിനെക്കുറിച്ച് നിങ്ങൾ പഠിച്ചു നോക്കുക, ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്നോ, ശരിക്കും ഖുർആനും അറബി ഭാഷയും പഠിച്ച ആളുകൾ എത്രയോ ശാസ്ത്ര സത്യങ്ങൾ ലോകത്തോട് പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെ അവർക്ക് പറയാൻ കഴിയുന്നത്? വിശുദ്ധ ഖുർആനുമായി ഒരാൾ കണക്ട് ചെയ്യുമ്പോൾ. ഖുർആൻ ഒരു സയൻറ്റിഫിക് ബുക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, പക്ഷേ കുറേ ശാസ്ത്ര സത്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഖുർആൻ നമ്മളോട് വിളിച്ച് പറയുന്നുണ്ട്. എസ്പെഷ്യലി ആധുനിക ലോകം കണ്ടെത്തിയ കുറേ കാര്യങ്ങൾ നേരത്തെ ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഞാൻ ഒരു സൂചന നൽകിയാൽ, മെനി പ്രൊമിനൻറ്റ് സ്റ്റാർസ് ഇൻ ദി നൈറ്റ് സ്കൈ ഹാവ് നെയിംസ് റിഡൈവ്ഡ് ഫ്രം അറബിക്. ഇങ്ങനെ അതിനെക്കുറിച്ച് പറയുന്നത്. അതായത് നമ്മൾ ആകാശത്ത് കാണുന്ന ഏകദേശം ഓവർ 60% ഓഫ് ദി ബ്രൈറ്റസ്റ്റ് സ്റ്റാർസ് ഹാവ് അറബിക് ഒറിജിൻ എന്നാണ് പറയുന്നത്. എന്നാലോചിച്ച് നോക്ക്. അതായത് 60% നക്ഷത്രങ്ങൾക്കുള്ള പേരുകൾ അത് അറബിക്കിലാണ്. ആ പേരുകൾ നമ്മളൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 60% ഓഫ് ദി സ്റ്റാർസ് അതിൻ്റെ പേര് അറബിക്കിലാണ്. അപ്പോൾ ഇതെന്തിനുള്ള സൂചനയാണ്? ഇത് ഒരു കാലത്ത് മുസ്ലിങ്ങൾ ശാസ്ത്ര ലോകത്ത് ഏറ്റവും ഉന്നതമായ സ്ഥാനം വഹിച്ചിരുന്നെന്നും അവരാണ് ലോകത്തിന് ദിശാബോധം നൽകിയതെന്നും ലോകത്തിന് ഇതിനെക്കുറിച്ച് ഗൈഡൻസ് നൽകിയതിനെക്കുറിച്ചുമുള്ള ഏറ്റവും വലിയൊരു തെളിവാണ്. നിങ്ങളൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ആ പേരുകളൊക്കെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇത്രയും സ്റ്റാർസുകളുടെ പേര് അറബിയിലാണ്. ഞാൻ ചില ഉദാഹരണം പറയട്ടോ. ഒന്ന്, അത്വാഇർ. ശരിക്കും അങ്ങനെ ഒരു സ്റ്റാർ ഉണ്ട്, അൽറ്റെയർ, ALTAIR. നിങ്ങൾ പഠിച്ചു നോക്ക്. അത് ദി ഫ്ലൈയിങ് ഈഗിൾ എന്ന അർത്ഥത്തിൽ ഒരു സ്റ്റാർ ഉണ്ട്. അതേപോലെ തന്നെ യദുൽ ജൗസ, ദ ഹാൻഡ് ഓഫ് ഓറിയോൺ എന്ന് പറയുന്നൊരു സ്റ്റാർ ഉണ്ട്. അതേപോലെ തന്നെ വേഗ, അത് ശരിക്ക് അൽ വാഖ് എന്നതിൽ വരുന്ന പേരാണ് കേട്ടോ. ദ സ്റ്റൂപ്പിംഗ് ഈഗിൾ എന്നാ പറയുക, അൽ വാഖ്, അതാണ് വേഗ എന്ന പേര് പറയുന്നത്. പിന്നെ ദനബു ദജാജ എന്ന് പറയുന്ന ഒരു സ്റ്റാർ ഉണ്ട്. ദനബു എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വാലാണ്, ടെയിൽ ഓഫ് ദി ഹെൻ. ദജാജ എന്ന് വെച്ചാൽ എന്താ? ഹെൻ അല്ലേ, പിടക്കോഴി. അപ്പം അങ്ങനെ ഒരു സ്റ്റാറിന് പേരുണ്ട്. അൽ ഖായിദ്, അറബിയിൽ എന്താണ്? അൽ ഖായിദ് എന്ന് വെച്ചാൽ ദ ലീഡർ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പേരിൽ അൽ ഖെയ്ദ് എന്ന പേരിലൊരു സ്റ്റാർ ഉണ്ട്. അതേപോലെ തന്നെ മിസർ എന്ന പേരിൽ എന്താണ്? ഒരു സ്റ്റാർ ഉണ്ട്. അതേപോലെ തന്നെ റസുൽ ഗൗൽ, അൽ ഗോൾ എന്നാ പറയുക, ദി ഗൗൾ, അല്ലെങ്കിൽ ദി ഡിമോൺസ് ഹെഡ് എന്ന പേരിൽ എന്താണ്? ഒരു സ്റ്റാർ ഉണ്ട്. ഫമുൽ ഹൂത്ത്, ഫമു എന്ന് പറഞ്ഞാൽ എന്താ? വായ, മൗത്ത് ഓഫ് ഫിഷ് എന്ന് പറയുക. ഫോമൽ ഹോത്ത് എന്ന അർത്ഥത്തിൽ എന്താണ്? ഒരു സ്റ്റാർ ഉണ്ട്. സുഅബാൻ, സ്നേക്ക് എന്ന പേര്, അല്ലെങ്കിൽ സുബാൻ, THUBAN എന്ന പേരിൽ എന്താണ്? ഒരു സ്റ്റാർ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണല്ലോ. ഇങ്ങനെ ഒരു കാലത്ത് അറബി ഭാഷ ഖുർആൻ പഠിച്ചുകൊണ്ട് സയൻറ്റിഫിക് അല്ലെങ്കിൽ ശാസ്ത്രീയ സത്യങ്ങൾ കണ്ടെത്തുകയും ആസ്ട്രോണമി പഠിക്കുകയും അങ്ങനെ ലോകത്തിന് തന്നെ ഗൈഡൻസ് നൽകിയ എത്രയോ ആളുകൾ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ അത് കൂടുതൽ വിവരങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? പിന്നീടുള്ള എപ്പിസോഡുകളിൽ പറയാം. അങ്ങനെയുള്ള ഒരു മിറാക്കിൾ ഇന്ന് നമുക്ക് പറയാം, ഒരു സയൻറ്റിഫിക് മിറാക്കിൾ. അതിലൊന്നാണ് ബിഗ് ബാങ് തിയറി. ബിഗ് ബാങ് തിയറി എന്താണ്? ബിഗ് ബാങ് തിയറി മഹാവിസ്ഫോടനം എന്നാണ് അതിനെക്കുറിച്ച് പൊതുവെ അറിയപ്പെടുന്ന പേര്.
മലയാളത്തിൽ പറയാം ദ ബിഗ് ബാങ് എന്ന് പറഞ്ഞാൽ മഹാവിസ്ഫോടനം. ശരിക്കും ഇങ്ങനൊരു വിസ്ഫോടനത്തിലൂടെയാണ്, ഒരു പൊട്ടിത്തെറിയിലൂടെയാണ് പ്രപഞ്ചം ഉണ്ടായതെന്നാണ് എന്ത് ചെയ്യുന്നത്, പ്രപഞ്ചത്തിൻ്റെ തുടക്കത്തെക്കുറിച്ച് പറയുന്നത്. ഇങ്ങനൊരു ബിഗ് ബാങ് തിയറി അങ്ങനെ പറയുന്നത്. ഇങ്ങനെ ഒരു പൊട്ടിത്തെറിയിലൂടെ പ്രപഞ്ചമുണ്ടായി തീർന്നു. അപ്പോൾ ഈ ബിഗ് ബാങ് തിയറി നമ്മൾ പഠിപ്പിക്കുന്നത് എന്താണ്? ഇത് ലോകം അംഗീകരിച്ച സത്യമാണ്. പ്രപഞ്ചം എങ്ങനെയുണ്ടായി? അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ അതിനെക്കുറിച്ചൊരു പരാമർശം നടത്തുന്നുണ്ട്. നോക്കണേ, 1500 വർഷം മുമ്പ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെക്കുറിച്ച് പറയാണ്. അത് ശരിക്ക് കുറേ വർഷങ്ങളായിട്ട്, ദശകങ്ങളായി ഗോളശാസ്ത്രജ്ഞന്മാരും അതേപോലെ തന്നെ ഗോള ഊർജ്ജ ശാസ്ത്രജ്ഞരും ശേഖരിച്ച വസ്തുതകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇക്കാര്യം ശക്തമായിട്ട് ഊന്നി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മഹാവിസ്ഫോടന സിദ്ധാന്തം അനുസരിച്ച്, ബിഗ് ബാങ് തിയറി അനുസരിച്ച് പ്രപഞ്ചം ആദ്യത്തിൽ, ഇത് പറയുന്നത് ഇങ്ങനെ കേട്ടോ, ഭീമാകാരമായ ഒരു പിണ്ഡം എന്ന് പറഞ്ഞാൽ പ്രൈമറി നെബുല, അതങ്ങനെയായിരുന്നു. പിന്നീട് അത് പ്രപഞ്ചം ആദ്യം എന്താ വെച്ചാൽ ഒരു പ്രൈമറി നെബുല ആയിരുന്നു. ഓക്കെ, ഒരു സംഗതിയായിരുന്നു. പിന്നീട് എന്താ പറയുക, പിന്നീട് അത് പൊട്ടിത്തെറിക്കുകയും ഗാലക്സികൾ എന്ത് ചെയ്യുന്നു, രൂപപ്പെടുകയും ചെയ്യും. നമ്മുടെ ഗാലക്സി ഏതാണ്? മിൽക്കി വേ. ഓക്കെ, അങ്ങനെ അത് വീണ്ടും വിഘടിച്ച് എന്ത് ചെയ്യുന്നു, നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും ഗ്രഹങ്ങളൊക്കെ ഉണ്ടാവുന്നു. ഇതാണ് ബിഗ് ബാങ് തിയറിയിൽ പറയുന്നത്. നമ്മൾ കൂടുതൽ പഠിക്കുമ്പോൾ മനസ്സിലാവും. ഖുർആൻ എന്താ പറയുന്നത്? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം أولم ير الذين كفروا أن السماوات والأرض كانتا رتقا ففتقناهما وجعلنا من الماء كل شيء حي أفلا يؤمنون. അള്ളാഹു ചോദിക്കാട്ടോ, നിഷേധികൾ കാണുന്നില്ലേ? അന്നസ്സമാവാതി വൽ അർള കാനതാ റത്ഖൻ, ആകാശഭൂമികൾ എന്തായിരുന്നു? അത് പരസ്പരം ഒട്ടിച്ചേർന്ന ഒരു മാസായിരുന്നു. ഫഫതഖ്നാഹുമാ, എന്നിട്ട് എന്ത് ചെയ്യും, നാം അതിനെ സ്പ്ലിറ്റ് ചെയ്തു. അത് ഒട്ടിച്ചേർന്ന അവസ്ഥയിലായിരുന്നു. ഫഫതഖ്നാഹുമാ, നാം അതിനെ സ്പ്ലിറ്റ് ചെയ്തു. അല്ലേ, നമ്മൾ ബിഗ് ബാങ് തിയറിയെ കുറിച്ച് പറഞ്ഞു. ബിഗ് ബാങ് തിയറി ഇങ്ങനെ തന്നെയല്ലേ പറയുന്നത്? ഒരു സമയത്ത് ഒന്നിച്ചു ചേർന്ന ഒരു പിണ്ഡമായ അവസ്ഥയിൽ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ നെബുലയെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അങ്ങനെ ഉണ്ടായിരുന്ന ഒന്നെന്ത് ചെയ്തു, പിന്നീട് പൊട്ടിത്തെറിച്ച് എന്ത് ചെയ്തു, അത് അങ്ങനെ പ്രപഞ്ചം രൂപപ്പെടുകയാണ്. അല്ലേ, സൂറ അംബിയായിലെ 30-ാമത്തെ ആയത്ത് നിങ്ങളൊന്ന് പഠിച്ചു നോക്ക്. അതിനെക്കുറിച്ചുള്ള വ്യാഖ്യാനങ്ങൾ പഠിച്ചു നോക്ക്. അത് നമ്മളെ പഠിപ്പിക്കുന്നത് എന്താ? ഇത് യഥാർത്ഥത്തിൽ ശാസ്ത്രലോകം കണ്ടെത്തുന്നത് ആധുനിക കാലത്താണ്. അല്ലേ, വിശുദ്ധ ഖുർആൻ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ. ആകാശഭൂമികൾ ഒട്ടിച്ചേർന്നതായിരുന്നു, അവയെ നാം എന്ത് ചെയ്തു, വേർപ്പെടുത്തിയതാണെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ യഥാർത്ഥത്തിൽ അത് നമ്മൾ ബോധ്യപ്പെടുത്തേണ്ടത് എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല 1400 വർഷം മുമ്പ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ ഗ്രന്ഥം, അല്ലേ, ഈ വിശുദ്ധ സൂക്തത്തിനും ഈ ബിഗ് ബാങ് തിയറിക്കും ഇടയിലെ ഒരു ആകർഷകമായ ഒരു പൊരുത്തം നമ്മൾ എന്ത് ചെയ്യുന്നു, അല്ലെന്ന് പറഞ്ഞാൽ അത് രണ്ടും പറയുന്നത് ഒരേ കാര്യമാണെന്നതിനെക്കുറിച്ചുള്ള ഒരു സൂചന എന്ത് ചെയ്യുന്നു, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ബോധ്യപ്പെടുത്താണ്. അല്ലേ, അതായത് 1400 വർഷം മുമ്പ് അവതരിച്ച ഈ വേദഗ്രന്ഥം, നമ്മൾ നേരത്തെ കഴിഞ്ഞ എപ്പിസോഡ് സൂചിപ്പിച്ചിരുന്നു, അൺലെറ്റേഡായ, ഉമ്മിയായ, എഴുത്തും വായനയും അറിയാത്ത മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വന്ന ഈ ഗ്രന്ഥത്തിൽ എങ്ങനെയാണ് ഈ ശാസ്ത്രീയ സത്യം പറയപ്പെട്ടത് എന്നതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, അത് മുഹമ്മദ് നബിയുടെ വചനങ്ങളല്ല, അത് അള്ളാഹുവിൻ്റെ വചനങ്ങളാണ്. അതൊരു ഡിവൈൻ ബുക്കാണ്, അല്ലെങ്കിൽ ഡിവൈൻ വേർഡ്സ് ആണ്, അല്ലെങ്കിൽ ഡിവൈൻ മിറാക്കിളാണ് യഥാർത്ഥത്തിൽ ഇത്തരം ശാസ്ത്ര സത്യങ്ങൾ നമ്മൾ ബോധ്യപ്പെടുന്നത്. അതുകൊണ്ട് ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ അഭിമാനിക്കണം. നമ്മൾ അള്ളാഹുവിൻ്റെ, പ്രപഞ്ച സൃഷ്ടാവിൻ്റെ ഗ്രന്ഥത്തെ മുറുകെ പിടിക്കാൻ ഭാഗ്യം സിദ്ധിച്ച ആളുകളാണ്. അതുകൊണ്ട് ആ ഒരു കോൺഫിഡൻസ് നമുക്ക് ഉണ്ടാവുക. നമ്മൾ മനസ്സിലാക്കാൻ മാത്രമല്ല, നമ്മുടെ ഫ്രണ്ട്സിനോടും എല്ലാ ആളുകളോടും ഇത്തരം സംഗതിയെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് ഖുർആനിലേക്ക് മനുഷ്യരുടെ ശ്രദ്ധ ആകർഷിക്കാൻ നമുക്ക് സാധിക്കണം. ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം കേട്ടോ, ഖുർആൻ ഒരു സയൻറ്റിഫിക് ബുക്കാന്ന് ചോദിച്ചാൽ സയൻറ്റിഫിക് ബുക്കല്ല. പക്ഷേ അതിലെന്ത് ചെയ്യുന്നുണ്ട്, ചില സയൻറ്റിഫിക് തിയറീസ് പഠിപ്പിക്കുന്നുണ്ട്. അതിലൂടെ നമ്മൾ ആരെ കണ്ടെത്തണം? അള്ളാഹുവിനെ കണ്ടെത്താൻ സാധിക്കണം. അല്ലേ, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച, പടച്ച, ഗോളങ്ങളൊക്കെ സംവിധാനിച്ചവനെ നമുക്കെന്ത് ചെയ്യാൻ പറ്റണം, അതിലൂടെ അറിയാൻ സാധിക്കണം. ഇതുപോലെ നമ്മളൊരു പിക്ചർ കണ്ടാൽ അത് വരച്ചവനെ കുറിച്ച് ആലോചിക്കില്ല, അല്ലേ, വാവ് എത്ര മനോഹരമാണ്. അതുപോലെ ഈ പ്രപഞ്ച സത്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു,
എത്ര മനോഹരമായി ഇത് സംവിധാനിച്ച റബ്ബിനറിയുകയും അള്ളാഹുവിൻ്റെ ഇഷ്ടം സമ്പാദിക്കാനുള്ള ശ്രമം നമ്മൾ നടത്തുകയും ചെയ്യുക. അത് നമ്മൾ ഖുർആൻ പഠിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.